നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. പക്ഷേ അതിന് അത്രത്തോളം പ്രാധാന്യം കോൺഗ്രസുകാർക്കിടയിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 വർഷത്തിനു ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ ഇനി ഇടതുമുന്നണി ഭരണ നേതൃത്വത്തിലേക്ക് എത്തില്ല എന്നാണ് UDF കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ചകളും ചില തീരുമാനങ്ങളും പുരോഗമിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഇത്തവണ 4 പേരാണ് മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നത്. ഇനി അവർ ഓരോരുത്തരും ആരൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ പേരുകാരൻ തീർച്ചയായും VD സതീശനാണ്. സുനിൽ കനകൂലു നയിക്കുന്ന ഒരു വലിയ PR ടീമിനൊപ്പമാണ് VD സതീശന്റെ യാത്രകൾ. പറയുന്നതും ചെയ്യുന്നതുമെല്ലാം സ്വന്തം സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തെത്തിക്കാനും ജനങ്ങളിലേക്ക് ഫലപ്രദമായി കൊണ്ട് ചെല്ലാനുമുള്ള ശ്രമങ്ങൾ VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാര്യത്തിലും താൻ മാത്രമായിരിക്കണം മുന്നിലെന്നുള്ള ഉറച്ച വിശ്വാസവും VD പുലർത്തുന്നുണ്ട്. യുവാക്കളെ കൂടുതൽ തന്റെ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒരു രക്ഷകന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നതും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന് കാണാം. എന്തായാലും പറവൂരിൽ നിന്ന് ഉറപ്പായും നിയമസഭയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് VD സതീശൻ കണക്കുകൂട്ടുന്നത്. എന്ന് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിലും അത് തന്നെ സംഭവിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. അതിനായി ആവശ്യമായ കളികളെല്ലാം തന്നെ ഇപ്പോൾ VD സതീശൻ കളിക്കുന്നുണ്ട്. തന്റെ സ്ഥാനാരോഹണത്തിന് വിഘാതമായി നിൽക്കുന്നവരെ ഒതുക്കാനുള്ള കരുനീക്കങ്ങൾ പോലും അണിയറയിൽ VD സതീശൻ രഹസ്യമായി നടത്തുന്നുണ്ട്. അടുത്തയാൾ ഹരിപ്പാട് MLAയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ രമേശ് ചെന്നിത്തലയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു താരപ്രചാരകന്റെ സ്ഥാനം സ്വയം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ചെന്നിത്തല നടത്തിയിട്ടുള്ളത്. എന്നാൽ വലിയ തോതിൽ നടക്കുന്ന നിശബ്ദമായ വടംവലിയിൽ പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പേര് അധികം ഉയരാതെ പോകുന്നുവെങ്കിലും സ്വന്തമായി ഒരു വിങ് ഉണ്ടാക്കിയെടുക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി VD സതീശനൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനൊടുവിൽ ശക്തമായ തിരിച്ചറിവ് നടത്തി കേരള രാഷ്ട്രീയത്തിലെ മുടി ചൂടിയ മന്നനായി തന്നെ നിലയുറപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, K സുധാകരൻ തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് ഇത്തവണ ലോക്സഭയിലേക്ക് എത്തിയെങ്കിലും അത് വിട്ടിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തന്നെയാണ് സുധാകരൻ ഉറപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരായി ശക്തമായ പ്രതിരോധം തീർക്കാനും വിമർശനം ഉന്നയിക്കാനും ഇപ്പോൾ സുധാകരനും VD സതീശനും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട് എങ്കിലും കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ സുധാകരന് മാത്രമേ കഴിയുന്നുള്ളൂ. കണ്ണൂരിൽ നിന്നോ അതുമല്ലെങ്കിൽ തളിപ്പറമ്പിൽ നിന്നോ നിയമസഭയിലേക്ക് എത്താനാണ് സുധാകരൻ ലക്ഷ്യം വയ്ക്കുന്നത്. കണ്ണൂരിൽ നിന്ന് ഇത്തവണ KPCCയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വളരെ മികച്ച ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം K സുധാകരന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1996-ലും 2001-ലും 2006-ലും കണ്ണൂരിൽ നിന്ന് തന്നെ നിയമസഭയിലേക്ക് K സുധാകരൻ എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ MP ആണെങ്കിലും UDFന് അനുകൂല ഘടകമായിരിക്കുന്നത് കൊണ്ട് തന്നെ സുധാകരന്റെ ഒഴിവിലുണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും സുധാകരൻ കൃത്യമായി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നീക്കമായിരിക്കും ഇക്കാര്യത്തിൽ K സുധാകരൻ പക്ഷം നടത്തുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഇനി മറ്റൊരാൾ ശശി തരൂരാണ്. ഒരുപക്ഷെ ഏതൊരു കോൺഗ്രസ് നേതാവിനേക്കാളും വോട്ടർമാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട നേതാവ് ശശി തരൂർ തന്നെയാണ് എന്ന് കാണാൻ കഴിയും. അതിൽ മുന്നണി വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല താനും. അതേസമയം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് തരൂരിനോട് അത്ര വലിയ പ്രിയമൊന്നുമില്ല എന്നും നമുക്ക് കാണാം. എന്നിരുന്നാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ശശി തരൂർ ഇപ്പോഴുള്ളത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും തരൂർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. പക്ഷേ ഹൈക്കമാൻഡ് അടക്കമുള്ള നേതൃത്വത്തിൽ അതേസമയം ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടാകാനാണ് സാധ്യത. തരൂർ MP സ്ഥാനം രാജിവെക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്നാണ് കണക്കുകൂട്ടൽ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്നുള്ള രാജീവ് ചന്ദ്രശേഖർ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക നിയോജക മണ്ഡലത്തിലും മുൻപെങ്ങുമില്ലാത്ത മുന്നേറ്റമാണ് BJP നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തരൂർ MP സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അത് BJPക്ക് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ കോൺഗ്രസിന് തിരുവനന്തപുരം മണ്ഡലം തന്നെ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ തരൂരിനെ ഹൈക്കമാൻഡും അവിടെ മത്സരിക്കാൻ അനുവദിക്കില്ല എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും വിശ്വസിക്കുന്നത്. മറ്റൊരാൾ വരുന്നത് K മുരളീധരനാണ്. തൃശ്ശൂരിലെ ഒരു വലിയ തോൽവിയെ തുടർന്ന് തൽക്കാലം രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചു വിട്ടു നിൽക്കുന്ന നിലയിലാണ് ഇപ്പോൾ മുരളീധരൻ. എങ്കിലും ശക്തമായ ഒരു തിരിച്ചറിവ് നടത്താൻ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് വട്ടിയൂർക്കാവിലൂടെ നിയമസഭയിലേക്ക് എത്തുന്ന തരത്തിലാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. അതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ മുരളീധരൻ ഇപ്പോൾ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് K സുധാകരൻ വയനാട് മണ്ഡലവും പാലക്കാട് മണ്ഡലവും നൽകാമെന്ന് പറഞ്ഞിട്ടും അതിലൊന്നും വീഴാതെ മുരളീധരൻ സ്ഥിരചിത്തതയോടെ നിലകൊണ്ടത്.
വട്ടിയൂർക്കാവിൽ ഇത്തവണ മികച്ച വിജയം സ്വന്തമാക്കാനുള്ള എല്ലാ ചരടുവലികളും പ്രവർത്തനങ്ങളും മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിലും ബാധിക്കുമോ എന്ന സംശയവും മുരളീധരന് ഉണ്ട്. ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്ന് തന്നെ കരുതാം. 4 ആളുകൾ സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പോര് കടുക്കും എന്നർത്ഥം. അങ്ങനെ വന്നാൽ ശക്തരായവർ തന്നെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും. ഒരു വലിയ ഉൾപാർട്ടി പോരിനായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ എത്തിക്കുക.